ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. കോളിഫ്ലവർ കൊണ്ട് ഇതുപോലൊരു ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കി നോക്കൂ. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. വളരെ രുചികരവും എന്നാൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കോളിഫ്ലവർ ആണ്. ഞാനിപ്പോൾ 350 ഗ്രാം അളവിലൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ചെറിയൊരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള കോളിഫ്ലവർ ആണ്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും വിനാഗിരിയും കുറച്ച് വെള്ളവും ചേർത്ത് 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ കഴുകി എടുത്താൽ മാത്രമേ അതിലുള്ള ഇൻസെക്ട്സ് ഒക്കെ മാറി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ചെറിയ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ആദ്യം കഴുകി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വെള്ളത്തിന് ചൂടുണ്ടാവണം. നമ്മുടെ കോളിഫ്ലവറെല്ലാം ഈ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഒന്നിരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ കോളിഫ്ലവർ ഒരു പകുതി അളവിലൊന്ന് വെന്തിട്ടുണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു മസാല കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. കൂടെ പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ അളവിലാണ് കേട്ടോ മുളക് പൊടി ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി. കൂടെ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്, മുഴുവൻ പെരിഞ്ജീരകം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എള്ളാണ്. വെളുത്ത എള്ളാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ അളവിലുണ്ട്, അത് ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിയണമെന്നുള്ള ആവശ്യമില്ല. ഇതുപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഇതൊരു പകുതിയോളം അളവിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടൊന്ന് എടുത്ത് വെക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാവുന്നതാണ്. ജീരകം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളറൊന്നും മാറണമെന്നുള്ള ആവശ്യമില്ല. 1-2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പസമയം നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മളിത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മസാലക്കൂട്ട് ചേർക്കാം. മസാലക്കൂട്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഒന്ന് ലൈറ്റായിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ആ മസാലയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ്. കൂടെ ഒരു 2 പച്ചമുളകും കൂടി. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം. നമ്മുടെ ഈ കോളിഫ്ലവർ ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ മസാല എല്ലാം കോളിഫ്ലവറിൽ നന്നായിട്ട് നിന്ന് പിടിച്ച് കിട്ടണം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കോളിഫ്ലവറിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ നോക്കിയിട്ട് വേണം ഒരു അല്പം ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. വീണ്ടും ഈ ഒരു രീതിക്ക് നമ്മുടെ മസാലക്കൂട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 5 മിനിറ്റോളം എങ്കിലും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് ഇരുന്ന് വറ്റി കിട്ടും. നല്ലതുപോലെ നമ്മുടെ ഈ കോളിഫ്ലവർ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ കളറും ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. ഒരല്പസമയമായിട്ട് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതുപോലെ നല്ലതുപോലെ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് വറ്റി ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് എടുക്കാവുന്നതാണ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കാവുന്നതാണ്. ഞാനൊരല്പസമയം കൂടി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരല്പനേരം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ഇതുപോലെ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ കോളിഫ്ലവറിലും ഇങ്ങനെ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് കോട്ട് ചെയ്തിരിക്കുന്നത് പോലെ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മളൊന്ന് വഴറ്റിയെടുത്ത് എടുക്കാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്ക് ചേർക്കേണ്ടത് ഒരല്പം കറിവേപ്പില, കൂടെ കുറച്ച് എള്ളും കൂടി. അപ്പോൾ എള്ളൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നതാണ്.
ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ റോസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആകെ കൂടി നമുക്കിതിൽ വേണ്ട സമയം വെച്ചാൽ നമ്മൾ ഈ ഒരു രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കേണ്ടി വരുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഷെടോടേത് തീരുന്ന കാര്യമാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളത് പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.